ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ മാഗ്നാമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, SSC അതുപോലെ നമ്മുടെ റെയിൽവേ RRBയുടെ NTPC. ഇപ്പോൾ SSCയുടെ വലിയൊരു അപ്ഡേറ്റ് ആണ് വന്നത്. നമ്മളുടെ എക്സാമിനേഷൻ കലണ്ടർ, ടെൻറ്റേറ്റീവ് കലണ്ടറാണ് 2025-26 വർഷങ്ങളിലേക്കുള്ള. അതായത് നിങ്ങൾ 2025 എക്സാംസ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ ഡേറ്റിലാണ് SSC എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിവിധ എക്സാമുകൾ എന്നൊക്കെ നടക്കും, എന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ ആഴ്ച വന്ന ഒരു കലണ്ടറാണ്. അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ റെയിൽവേയുടെ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി അല്ലെങ്കിൽ ബാക്കിയുള്ള സോഴ്സ് വഴി നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡേറ്റ് വന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ കുറേ പേര് ഇത് വന്നതിന് ശേഷം പ്രധാനമായിട്ടും അവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഡൗട്ട്, വെൻഡർ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും? പാറ്റേൺ മാറുമോ? പാറ്റേൺ മാറിയാൽ എന്ത് ചെയ്യും? പാറ്റേൺ ചേഞ്ച് ഉണ്ടാകുമോ? പാറ്റേൺ ചേഞ്ച് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ CGLനെ സംബന്ധിച്ചാണ്. CGL ഈ 3 months കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർത്ത് ജോലി നേടാൻ പറ്റും. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസറൂടെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് അങ്ങനെ അതിനുവേണ്ടി ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം അറിയാത്തവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയട്ടെ. അതുപോലെ ഈ 2 ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ NTPCയുടെ അപ്ഡേറ്റും അതിൻ്റെ NTPCക്ക് പഠിക്കേണ്ട കാര്യങ്ങളും പറയുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് ആ എക്സാമ്പിളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ JSA, LDC, SSA, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് എക്സാമുകളുടെ കാര്യം പറയുകയാണ്. സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്പറേറ്റ് ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഡിസേറബിൾ ക്വാളിഫിക്കേഷനുള്ള ചില പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ, അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അവിടെയൊക്കെ അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിന് ചില, ഇപ്പോൾ നമ്മുടെ NCC ഇൻസ്ട്രക്ടർ, ഗേൾസ് ഇൻസ്ട്രക്ടർ, അതൊക്കെ അങ്ങനത്തെ ഉള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ ജോലി കിട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോസ്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ വേണം. പക്ഷേ നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ അങ്ങനെ എക്സാം എഴുതിയത്, പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാം നമുക്ക് 24 ജൂലൈ മുതൽ 4 ഓഗസ്റ്റ് വരെ 2025 എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ 2/6 എന്ത് ചെയ്യും? ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇത്രയും വരെ, അതായത് ജൂൺ വരെ. ഇനി സ്റ്റെനോഗ്രാഫർ എക്സാമും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പേര് അതിനുവേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതും എക്സാം 6 to 11 ഓഗസ്റ്റ് ആണ്. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ അതൊന്നും നമുക്ക് ആവശ്യമില്ല. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നമ്മുടെ CGL എക്സാം. അപ്പോൾ CGL എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ അതിൻ്റെ ആ ഡൗട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. അപ്പോൾ CGL എക്സാം 2025, ഇപ്പോൾ 2024 കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. 2020 CGLും 19 CGLും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ഫാസ്റ്റാണ്. 2024 തന്നെ 2024 കുട്ടികളുടെ എക്സാം കഴിഞ്ഞു. 25 സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അവർ ജോലി കയറുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് SSC CGLൻ്റെ സെലക്ഷൻ, അല്ലെങ്കിൽ SSCയുടെ ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന ആ ടൈമിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ 2024 കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 9/6/2025, അതായത് ജൂൺ 9 നോട്ടിഫിക്കേഷൻ വരും. 4 ജൂലൈ വരെ അതിന് സമയമുണ്ട്, അതിൻ്റെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. എക്സാം 13 ഓഗസ്റ്റ് മുതൽ 30 ഓഗസ്റ്റ് വരെ നടത്തും. അപ്പോൾ ഇപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മെയ് ആണെങ്കിൽ, മെയ് 20 ആണെങ്കിൽ, മെയ് ഇനി 10 ദിവസം കൂടെ കഴിഞ്ഞാൽ 10-15 ദിവസമുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഏകദേശം നമുക്ക് 3 മാസം അടുപ്പിച്ച്, ഒരു 3 മാസം, നിങ്ങളൊരു 80 ദിവസം 80 ഡേയ്സ് കണക്കാക്കിയാൽ മതി. അപ്പോൾ 80 ഡേയ്സ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 9/6 നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അപ്ലൈ ചെയ്താൽ മതി. അത് ആ വരുന്ന സമയത്ത് നമുക്ക് അറിയിക്കാം. അപ്പോൾ ഇവിടെ ഈ 80 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ 80 ദിവസം കൊണ്ട് പല ടൈപ്പ് ആൾക്കാർ കാണും. ഒരു ടൈപ്പ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ 2-3 വർഷം കൊണ്ട് എഴുതുന്നവരായിരിക്കും, നേരത്തെ എഴുതുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് പോയി എക്സാം എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തുടങ്ങിയതായിരിക്കും. CGL 24 ജസ്റ്റ് ഒന്ന് എഴുതി കാണും, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞു SSCയെ പറ്റി, CGLനെ പറ്റി, അങ്ങനെ പഠിക്കുന്നവരായിരിക്കും. എന്നിട്ട് മൂന്നാമത്തെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്, ഇപ്പോഴാണ് അവർ സീരിയസ് ആയിട്ട് എന്ത് ചെയ്തത്? സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. സീരിയസ് ആയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1 മാസം പോലും ആയില്ല, അല്ലെങ്കിൽ 2 മാസം ആയവർ സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് അവർ തുടങ്ങിയത്. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം, പക്ഷേ അവർക്ക് ഇത് തീർക്കാൻ പറ്റൂ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഈ ആദ്യത്തെ 2 ടൈപ്പ് ആൾക്കാർ കുഴപ്പമില്ല, അവർക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. അവർ പഠിച്ച് എങ്ങനെ റൈറ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ചാനലിൽ സ്ട്രാറ്റജി വീഡിയോ ഉണ്ട്. അത് ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ ലോങ് ടേമിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, സ്ട്രാറ്റജി, റെയിൽവേയുടെയും അതുപോലെ SSCയുടെയും സ്ട്രാറ്റജി വീഡിയോ ഞാനിടാം. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് ഫോളോ ചെയ്ത് പോയാൽ മതി. അവർ വേറെ ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് ആ ഒരു സ്ട്രാറ്റജി ഈ 2 പേരും
ഒരു 5-6 മാസമൊക്കെ നേരത്തെ 2024 പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സ്ട്രാറ്റജി വീഡിയോ എന്താണോ പറയുന്നത് അതുപോലെ കംപ്ലീറ്റ് ചെയ്താൽ മതി. കാര്യം സിലബസ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനിയുള്ള സമയം കൊണ്ട് എനിക്ക് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ, ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ജോലി കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. അപ്പോൾ ഏറ്റവും ബിഗിനറായിട്ടുള്ളവരാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ പ്രഷർ എടുത്ത് ഈ CGL തന്നെ നിങ്ങൾക്ക് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കരുത്. നിങ്ങൾ ഈ സ്ട്രാറ്റജി വീഡിയോ കാണുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പക്ഷേ ഇത് സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഞാൻ കമൻറ്റിൽ ഇടാം കേട്ടോ, സ്ട്രാറ്റജി വീഡിയോ ഞാൻ കമൻറ്റിൽ ഇടാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു ചാൻസ് എടുക്കുക, പഠിച്ചോളാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾ CGLലോട്ട് എത്തത്തേ ഉള്ളൂ. അപ്പോൾ ഈ ചാൻസ് അല്ലെങ്കിൽ അടുത്ത ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഒരുപാട് പേർക്ക് അത് എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർക്ക് അത് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത്രയ്ക്ക് എഫേർട്ട് ഇട്ടാലേ അത് പറ്റത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പം തുടക്കമുള്ളവരാണ്, ആവറേജ് ആണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, സ്ട്രാറ്റജി വീഡിയോ കണ്ട് പഠിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം എന്താണ് ചോദ്യമാണ്. ഒരിക്കലും നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് അതിന് റിസൾട്ട് ഉണ്ടാവാതിരിക്കരുത്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പെർസെൻറ്റേജ് മൊത്തം പഠിച്ചു തീർക്കണം, മാത്സിൻ്റെ കാര്യം പറയുകയാണ്, പഠിച്ച് തീർക്കണമെന്ന് ടാർഗറ്റ് ഇടും. പക്ഷേ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നു, അപ്പോൾ അത് എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നു, അല്ലെങ്കിൽ ഒരു മാസം മുന്നേ നിങ്ങൾ എങ്ങനെ എഴുതിയിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നത്, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നത്? ഇപ്പോൾ ഒരു 10-20 ദിവസത്തെ മാത്സിൻ്റെ എക്സസൈസ് രാവിലെ എണീറ്റിരുന്ന് ഉച്ചവരെ നിങ്ങൾ എഴുതിയെന്ന് വെച്ചോ, ഒരു ഗുണം ഉണ്ടാവത്തില്ല, പിറ്റേന്ന് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഒന്നും ഇമ്പ്രൂവ് ആവത്തില്ല. എന്നാൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം പർട്ടിക്കുലർ ആ ഒരു 10 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ, അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അതിനർത്ഥം എന്താണ്? ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ മൈൻഡ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇവിടെ മാത്സിൻ്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ഒരു ചാപ്റ്റർ, ഇപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഒരു ക്ലാസ് കണ്ടു, അല്ലെങ്കിൽ ക്ലാസ് പഠിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത കൺസെപ്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ മുന്നത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ മൈൻഡിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങളൊരു 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കുന്നു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണ നിങ്ങൾ നല്ലൊരു ക്ലാസ്സാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓരോ തവണ ക്വസ്റ്റ്യൻസ് പെർസെൻറ്റേജ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, വീണ്ടും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് കട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ താനേ വരും. അപ്പോൾ എന്താണ് അത് അന്ന് പറഞ്ഞതെന്ന് എന്ത് ചെയ്യും, മനസ്സിലാവും. അതൊരു പ്രോസസ്സാണ്. അതിനാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് എല്ലാം ഒരു ദിവസം കൊണ്ട് നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല, സെറ്റാക്കി എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനാണ് ടൈം വേണമെന്ന് പറയുന്നത്. അതിന് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കണം. അല്ലാത്തവരുണ്ട് 3 മാസം കൊണ്ടൊക്കെ ക്ലിയർ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അത് വളരെ കുറവ് ആൾക്കാരാണ്. അപ്പോൾ ചെയ്യേണ്ട പരിപാടി ഇത് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ടൈം ഇത് കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുക. ഒരു 6-7 മാസം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 3 മാസം കൊണ്ട് നടന്നില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഇമ്പ്രൂവ് ആയി പോവുക. അപ്പോൾ അല്ലാത്തവർക്ക് ഇത് കംപ്ലീറ്റ് ഒറ്റ കാര്യമുള്ളൂ. സ്ട്രാറ്റജി പറഞ്ഞ കാര്യം നിങ്ങൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ പഠിക്കാനുള്ള കാര്യം കംപ്ലീറ്റ് ആക്കുക, സിലബസ് കംപ്ലീറ്റ് ആക്കുക. ഒരു മോക്ക് ഒരു 100 എണ്ണം എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തിട്ടുള്ള മോക്കുകൾ എടുക്കുക. എന്നിട്ട് പിനാക്കിൾ ബുക്ക് ഒരു 2 വട്ടം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പിനാക്കിളിൻ്റെ കാര്യം ഞാൻ പറയാം, അതിൻ്റെ ഡൗട്ടുകളും പറയാം, അങ്ങ് ചെയ്യുക. അതിനുശേഷം ആരും നിങ്ങളെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിരിക്കും. അത് കംപ്ലീറ്റ് ആണോ, അത് കറക്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ചോദ്യചിഹ്നമായിട്ടുള്ളത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളുടെ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടത്തില്ലെന്ന്, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഈ 90 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, 80 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നത് ചോദിക്കുന്നവർക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് അവിടെ കൊടുക്കുക. എന്നിട്ട് അടുത്ത CGLന് വേണ്ടി എന്ത് ചെയ്യുക, സെറ്റാക്കുക. ഇനി 5-6 മാസം കൊണ്ട് ഇങ്ങനെ പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കുക. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോ ഞാൻ ഇടാം. ഓൾറെഡി ഒരു മാസം കൊണ്ട് എങ്ങനെ CGL എഴുതാം, അതിൻ്റെ ഒക്കെ സ്ട്രാറ്റജി വീഡിയോ ഓൾറെഡി മോക്ക് ടെസ്റ്റ് എഴുതുന്ന കാര്യങ്ങളും എല്ലാം ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അതൊരു എക്സ്ട്രാ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, ഈ ഒരു 80 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങളിപ്പം സിലബസ് അത്യാവശ്യമൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മാത്സിനാണ് കൂടുതൽ ടൈം എടുക്കുക. മാത്സ് ആദ്യം നിങ്ങളങ്ങ് കംപ്ലീറ്റ് ആക്കാം. മാത്സും അതുപോലെ GK-ക്കും ഞാൻ പർമാറിൻ്റെ ക്ലാസ് എടുത്ത് കാണുന്ന കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GK നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ആക്കി പോവുക. മാത്സിന് ടൈം എടുക്കും. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് അടുത്ത ഡൗട്ട്, പാറ്റേൺ മാറുന്ന കാര്യം. ഇപ്പോൾ പാറ്റേൺ മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ആരും ഇതുവരെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല. ആരാണ് എക്സാം നടത്തുന്നതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടോപ്പിക് ഉണ്ട്. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലി
ഇൻഡസ് വാലിയെ പറ്റി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 2 പേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുവാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി ഞാൻ എന്ത് ചെയ്യുകയാണ്, 2 പേജിൽ അതിനെപ്പറ്റി പറയുകയാണ്. എന്നിട്ട് ഒരു പേപ്പർ ഉണ്ട്, ആ പേപ്പർ എൻ്റെ കയ്യിൽ TCSൻ്റെ കയ്യിലും കൊടുക്കുന്നു, അതുപോലെ വേറൊരു എഡ്യൂക്കേഷൻ സ്ഥാനത്തിൻ്റെ കയ്യിലും കൊടുക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നും അപ്പോൾ TCS ആരാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത്, വേറൊരു എഡ്യൂക്കേഷൻ്റെ എന്തെങ്കിലും ഒരാളാണെന്ന് വെച്ചോ, വേറൊരു കമ്പനിയാണ്, വേറെ ഏതെങ്കിലും വെൻഡറാണെന്ന് വെച്ചോ. അപ്പോൾ വെൻഡർ 1 വെൻഡർ 2. അപ്പോൾ ഇവർ TCS ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇത്രയും ഇത് വായിച്ചിട്ട് TCS നിന്ന് എന്ത് ചെയ്യുന്നു, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ ഇവരും എന്ത് ചെയ്യുന്നു, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ് എന്താണ്, 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം ഇതിനകത്ത് നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, 15 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അവർ ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഏതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ചോദിക്കുന്നത് ഏതാണ് അവർ ഉപയോഗിച്ചിരുന്ന മെറ്റൽ, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കുമ്പോൾ എന്തോരും ഡാഷ് ഈസ് ദ മെറ്റൽ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ദം അല്ലെങ്കിൽ ഇൻഡസ് വാലീസ് പീപ്പിൾ. അപ്പോൾ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് സെയിം തന്നെയാണ്, അവർ ചോദിച്ചിരിക്കുന്ന രീതി എന്താണ് ചിലപ്പം ഒരേപോലെ തന്നെ വേണമെങ്കിലും ചോദിക്കാം, രീതി വ്യത്യാസമാണ്, കണ്ടന്റ് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഞാൻ പറയുന്നത് ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിലബസ് ആണ്. സിലബസ് എന്ത് തന്നെയാണ്, സിലബസ് മാറിയിട്ടില്ല, പാറ്റേൺ മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പിന്നത്തെ കാര്യം, സിലബസ് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ സിലബസിന് ചേഞ്ച് ഇല്ലാത്തിടത്തോളം കാലം ആര് വന്ന് എക്സാം നടത്തിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ആ ഒരു പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആരോ വന്ന് എക്സാം നടത്തിക്കോട്ടെ, അവരെ ചോദിക്കുന്ന ക്വസ്റ്റിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള TCSൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ TCS എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അവരെ വിശ്വസിച്ച് അവർക്ക് ഓതറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, എക്സാം നടത്താനുള്ള ആ ഒരു റൈറ്റ് അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്, അത് ചുമ്മാ കൊടുത്തതല്ല. അപ്പോൾ അവരിട്ട ക്വസ്റ്റ്യൻസ് എന്താണ്, ഇതേപോലെ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നും അവരുണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാലം മാറി, നിങ്ങൾ 2018 മുന്നേ 5 വർഷത്തിന് മുന്നേ ഉള്ള TCS മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പലരും പറയുന്നു കിരണിൻ്റെ ബുക്ക് എടുത്ത് ചെയ്യണോ, വേണ്ട, കിരണിൻ്റെ ബുക്ക് നിങ്ങൾ തൊടണ്ട, പഴയ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട. TCSൻ്റെ നടത്തിയ നിങ്ങൾ പിനാക്കിലുള്ള ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി വേറൊരു കാര്യം, എപ്പോഴാണ് പുതിയ വെണ്ടർ വരുന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല, പുതിയ പാറ്റേൺ എന്താണെന്നുള്ളത് ഒരു മോക്ക് ഉണ്ടാക്കുന്ന കമ്പനിക്കും പറയാൻ പറ്റത്തില്ല. അത് ഒരു തവണയെങ്കിലും പുതിയ പാറ്റേണിൽ എക്സാം നടന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയ പാറ്റേൺ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പാറ്റേൺ നോക്കി നമുക്ക് അത് ആ മോഡലിൽ നമുക്ക് കുറച്ച് പഠിക്കാം. ആ സമയത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും എക്സാം ആയിരിക്കും, ഇതിന് മുന്നേ പുതിയ ആൾക്ക് കൊടുക്കുവാണെങ്കിൽ CGLന് മുന്നേ വേറെ ഏതെങ്കിലും എക്സാം നടക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിന്ദിക്കാരുടെ ചാനലിൽ നിന്ന് കിട്ടും, വേറെ ഏതെങ്കിലും എക്സാം അവിടെ നടക്കും അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം, അല്ലെങ്കിൽ പാറ്റേൺ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെയും ഈ സിലബസ് കംപ്ലീറ്റ് ആക്കി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയവർക്ക് മാത്രമേ മുൻതൂക്കമുള്ളൂ. അല്ലാതെ പാറ്റേൺ മാറുമെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്നവർക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. മനസ്സിലാക്കുക, പഴയ ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴാണ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻസ് വന്ന് 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവർ തരത്തുള്ളൂ. 1 മിനിറ്റിനകത്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തരത്തുള്ളൂ. ക്യാറ്റിനൊന്നുള്ള ക്വസ്റ്റ്യൻ പോലെ നമുക്ക് SSC CGL എന്ത് ചെയ്യത്തില്ല, ക്വസ്റ്റ്യൻ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. അപ്പോൾ അത് നമുക്ക് പാറ്റേൺ ചേഞ്ച് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അന്നേരം നോക്കാം. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാറ്റേൺ ചേഞ്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളൂ അവിടെ അഡ്വാൻറ്റേജ്. പഠിക്കാതിരിക്കുന്നവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇല്ല. അപ്പോൾ ഒരിക്കലും ഇനി ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ പഠിക്കുക. ഇപ്പം മാറ്റം വന്നിട്ടില്ല, മാറ്റം വരുമ്പോൾ നിങ്ങളിത് പറയും കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ പാറ്റേൺ ചേഞ്ചിനെ പറ്റി ഇനി അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി CGL 3 മന്ത്സിൻ്റെ കാര്യം അത് പലരെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് സെറ്റായെന്ന് വിശ്വസിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ SI ഡൽഹി പോലീസ് SIയുടെ എക്സാം ഉണ്ട്. ഇപ്പം ഫോഴ്സ് എക്സാം ഉള്ളത് സെപ്റ്റംബറിൽ. CHSL 8 സെപ്റ്റംബർ ടു 18 സെപ്റ്റംബർ ഒരുപാട് പേർക്ക് CHSL ജോലി കിട്ടി. അത് 23/6 എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. ആദ്യം CGL, അത് കഴിഞ്ഞ് CHSL. അതെ, ഇതാണ് അവരുടെ ആവശ്യമായിരുന്നു, അത് നടന്നു. ഇനി MTS 20 സെപ്റ്റംബർ MTS എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്സാം. ഒരുപാട് പേര് മലയാളികൾ ഒരുപാട് പേര് MTS കൂടുതൽ കിട്ടി, പക്ഷേ CGLന് വളരെ കുറച്ച് പേര് കിട്ടിയിട്ടുള്ളൂ. അത് മാറണം, CGLന് വരണം, മലയാളികൾ വരണം. ഓക്കെ. പിന്നെ ജൂനിയർ എഞ്ചിനീയർ 27 ഒക്ടോബറിൽ. അടുത്ത ഡ്രൈവർ ഡൽഹി പോലീസിലെ. യെസ്. ദെൻ ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങനത്തെ ഉള്ള യൂണിഫോം പോസ്റ്റുകൾ. കോൺസ്റ്റബിൾ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ, അത് നവംബർ ഡിസംബർ. സ്റ്റെനോഗ്രാഫർ ഗൈഡ് C GD, കോൺസ്റ്റബിൾ GD ജനുവരി 2026. സമയമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, കംപ്ലീറ്റ് ഇംഗ്ലീഷ് ക്ലാസ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി ഞാൻ സെപ്പറേറ്റ് പറയാം. മാത്സിൻ്റെ GD MTSൻ്റെ കംപ്ലീറ്റ് മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് പോവുക, അത് കംപ്ലീറ്റ് ആക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തരും, വേറൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, ബാക്കി എക്സാം അതൊന്നും നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമില്ല. അപ്പോൾ ഇത്രയും ഡേറ്റുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പഴയ ബാങ്കിങ് എക്സാം അവർ ഡേറ്റ് പറയുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, SSCയും കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ് പറയുന്നു. അപ്പോൾ ഈ ഒരു 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി NTPC കാര്യം, NTPCയുടെ നമ്മുടെ ഒരു നോട്ടീസ് വന്നതാണ്. നോട്ടീസ് വന്നതിനകത്ത് പറയുന്നത് എന്താ, നമ്മുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC എക്സാം ഗ്രാജുവേറ്റ് ലെവൽ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വന്നു 5 ജൂൺ മുതൽ 23 ജൂൺ വരെ, 15 ദിവസം അതിൻ്റെ ഇടയ്ക്ക് എക്സാം നടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ +2 ലെവൽ ഉള്ളത്, പിന്നെ 10 ലെവൽ അങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ നോൺ ഗ്രാജുവേറ്റ് ലെവൽ. +2 അങ്ങനെയില്ല, ഗ്രാജുവേറ്റ് ലെവലും നോൺ ഗ്രാജുവേറ്റും. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഈ സമയത്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി റെയിൽവേയുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ചാപ്റ്റർ ഞാൻ തീർത്തു. ഒരു മാത്സിൻ്റെ ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യും, ഞാൻ തരുന്നതായിരിക്കും. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻസും ഉണ്ട്, പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്രാഷ് കോഴ്സായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയും കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് സമയം കിട്ടും. ഇത് Tier 1 കഴിഞ്ഞാൽ Tier 2 സമയം കിട്ടും. ഇനി അല്ലാതെ ഗ്രാജുവേറ്റ് എഴുതുന്നവരെല്ലാവരും നോൺ ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എഴുതും. അണ്ടർ ഗ്രാജുവേറ്റ്, യെസ്, നോൺ ഗ്രാജുവേറ്റ് അല്ല, അണ്ടർ ഗ്രാജുവേറ്റ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റും എന്ത് ചെയ്യും, എഴുതുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യും, തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ആൻസർ വന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. യെസ്, അപ്പോൾ നമുക്ക് ക്ലാസ്സിലെല്ലാം കാണുക, കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സിൽ കാണുക, അത്രേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഷോർട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുക കേട്ടോ. ഓക്കെ.